ട്രാവൽ ഡയറിയിലേക്ക് സ്വാഗതം. തമിഴ്നാട്ടിലെ വിതുരനഗർ ജില്ലയിലുള്ള ശ്രീവല്ലിപുത്തൂർ എന്ന പ്രസിദ്ധമായ സ്ഥലത്തെക്കുറിച്ചാണ് ട്രാവൽ ഡയറി ഇന്ന് സംസാരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും വേണം. അപ്പോൾ നമുക്ക് ശ്രീവല്ലിപുത്തൂരിലേക്ക് പോകാം. നമ്മൾ ശ്രീവല്ലിപുത്തൂരിലെത്തുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മളെ അവിടെ ആകർഷിക്കുന്നത്. ഒന്ന്, അവിടുത്തെ ക്ഷേത്രം, വളരെ പുരാതനമായ ഒരു ക്ഷേത്രം. രണ്ട്, പാൽഗോവ. ആ ടൗണിൻ്റെ അല്ലെങ്കിൽ വഴിയുടെ അമ്പലത്തിന് ചുറ്റുമുള്ള പ്രദേശത്തിൻ്റെ മിക്കവാറും എല്ലാ കടകളിലും എന്തുണ്ട്? പാൽഗോവ ഉണ്ട്. അതിലേതാണ് ഒറിജിനൽ എന്ന് ചോദിച്ചാൽ എല്ലാവരും അത് ഒറിജിനൽ ആണ്, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തെടുക്കുന്നതാണ് എന്നാണ് പറയുന്നത്. അത് വിശ്വസിക്കാനാണ് നമുക്ക് താല്പര്യം. അവരുടെ വിശ്വാസമാണ് നമ്മുടെ വിശ്വാസം. അപ്പോൾ ചിലരോടൊക്കെ ചോദിച്ചു, ഏത് കടയിൽ നിന്ന് മേടിച്ചാലാണ് കൂടുതൽ നല്ലത് കിട്ടുക എന്ന് ചോദിച്ചപ്പോൾ 100 വർഷത്തിന് മേളിൽ പഴക്കമുള്ള ഈ പാൽഗോവയെ മാത്രം കേന്ദ്രീകരിച്ച് കച്ചവടം നടത്തുന്ന ഒരു ഷോപ്പിൻ്റെ കാര്യം പറഞ്ഞു. അതാണ് ശ്രീ വെങ്കടേശ്വര വിലാസ് ഷോപ്പ്. അവിടെ വെങ്കടേശ്വര എന്ന ഷോപ്പിൻ്റെ കൂടെ വിലാസ് എന്നുകൂടി ചേർക്കുന്ന ഒരു ഷോപ്പാണ് ഒറിജിനൽ എന്നാണ് ചില ആൾക്കാർ പറയുന്നത്. ഇതാണ് അവിടുന്ന് മേടിച്ച ഒരു പാൽഗോവയാണ്. അപ്പോൾ ഇത് കണ്ടില്ല, ശ്രീ വെങ്കടേശ്വര വിലാസ് പാൽഗോവ. ഏത് കടയായാലും നമുക്ക് ഒരുപോലെ ഉള്ളൂ. നമ്മൾ മേടിച്ച ആ ഒരു കട ഞാനത് തുറന്ന് നിങ്ങളുടെ മുമ്പ് വെച്ച് എല്ലാവരും മുമ്പ് വെച്ച് തന്നെ ഞാൻ കഴിക്കാൻ പോവാം. കാരണം അത് ഒരു പർട്ടിക്കുലർ പീരീഡ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇത്ര ദിവസത്തിനകം കഴിക്കണമെന്നുണ്ട്. ഇത് 28-ാം തീയതിക്ക് മുമ്പായിട്ട് ഈ പാൽഗോവ കഴിച്ചു തീർക്കണം. തീർച്ചയായിട്ടും എത്ര ദിവസമാണ് തരുന്നത്? അവർ 6 ദിവസമാണ് അല്ല 8 ദിവസമാണ് ഇതിന് തരുന്നത്. അതിൽ കൂടുതൽ തരത്തില്ല. ഇതിന് 85 രൂപയാണ്. അപ്പോൾ നമ്മളതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നേരത്തെ കഴിച്ചിട്ടുള്ളതുകൊണ്ടാണ് അവിടെ വീണ്ടും പോയി മേടിക്കുന്നത്. ഇതാണ് പാൽഗോവ. ഞാൻ അല്പം എടുത്ത് കഴിച്ച് കാണിക്കാം. ഇനി ഇത് അധികം വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല. നോക്കി, ഭയങ്കര മധുരമാണ്. ഷുഗറൊക്കെ ഉള്ളവർക്കൊന്നും അങ്ങനെ ഇത് എടുത്ത് അങ്ങനെ കഴിക്കാൻ പറ്റില്ല. പക്ഷെ ടേസ്റ്റ് ചെയ്യാം. ഞാൻ കഴിക്കുകയാണ്. എന്താ ടേസ്റ്റാണെന്നറിയോ? ഒറിജിനൽ പാല്, പഞ്ചസാര. ഇതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ചേർക്കുന്നൊന്നും അറിയത്തില്ല. പക്ഷെ ഒരു സ്പൂണൂടെ കഴിക്കാൻ തോന്നുന്നുണ്ട്. ഇത് ശ്രീവല്ലിപുത്തൂർ മാത്രമേ ഇങ്ങനെ കിട്ടത്തുള്ളൂ. തിരുനെൽവേലിയിലെ അലുവ, ശ്രീവല്ലിപുത്തൂരിലെ പാൽഗോവ എന്നൊക്കെ പറയുന്ന പോലെ. എന്തായാലും ഇങ്ങനൊരു കാര്യം എല്ലാവരുമായിട്ട് പങ്കുവെടുക്കാൻ കഴിഞ്ഞ വലിയ സന്തോഷം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇവിടുന്ന് ഈ അധികം ദൂരമൊന്നുമില്ല. തമിഴ്നാട്ടിൻ്റെ അവിടുന്ന് അധികം ദൂരമൊന്നുമില്ല. പോയി കഴിക്കണം, വാങ്ങണം, കഴിക്കണം. നമ്മൾ ശ്രീവല്ലിപുത്തൂരിലാണ് നിൽക്കുന്നത്. മധുരയിൽ നിന്ന് 80-ഉം പുന്നല്ലൂരിൽ നിന്ന് 133 കിലോമീറ്ററുമാണ് ശ്രീവല്ലിപുത്തൂർ എന്ന ഈ സ്ഥലത്തേക്കുള്ള ദൂരം. എപ്പോഴും നല്ല തിരക്കുള്ള സ്ഥലം. ഈ തിരക്കിന് പ്രധാന കാരണം ശ്രീവല്ലിപുത്തൂർ ക്ഷേത്രത്തിലേക്ക് വരുന്ന ഭക്തജനങ്ങളാണ്. ഒരു ദിവസം നിരവധിയായ ആൾക്കാരാണ് പല സ്ഥലങ്ങളിൽ നിന്നും ഇവിടേക്ക് വരുന്നത്. നമുക്ക് പാൽഗോവ കിട്ടുന്ന കടയിലേക്ക് പോകാം. ശ്രീ വെങ്കടേശ്വര വിലാസ് പാൽഗോവ ഷോപ്പ്. അവിടെ പാൽഗോവ മാത്രമല്ല, അവരുടേതായ ബേക്കറി ഐറ്റംസുമുണ്ട്. ഞങ്ങൾ ഈ സ്ഥലത്ത് തിരക്കിയപ്പോൾ ഭൂരിഭാഗം ആൾക്കാരും ഈ കടയുടെ പേരാണ് ഞങ്ങളോട് പറഞ്ഞത്. അവിടെയുള്ള കടകളിൽ ഏറ്റവും മനോഹരമായി സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കട കൂടിയാണ് വെങ്കടേശ്വര വിലാസ്. കടയുടെ ഭിത്തിയിൽ ശ്രീവല്ലിപുത്തൂർ ക്ഷേത്രത്തിൻ്റെ ചിത്രങ്ങൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ പഴയകാല ചിത്രങ്ങൾ. ഇവർ ആദ്യമായി തുടങ്ങിയത് അമ്പലത്തിനോട് ചേർന്നുള്ള ഒരു ഷോപ്പിലാണ്. പാൽഗോവ എന്നാ വില? കാക്കിലോ 50 രൂപ. ഒരു 6 പാക്കറ്റ്. കാൽ കിലോയുടെ ഒരു പാക്കറ്റിന് 80 രൂപയാണ്. വിറകടുപ്പിൽ ഇരുമ്പ് ചട്ടി വെച്ച് 10 ലിറ്റർ പാലൊഴിച്ച് കുറുക്കിയെടുത്ത് നന്നായി കുറുക്കിയെടുക്കണം. അതിലേക്ക് 1.25 കിലോ പഞ്ചസാരയുടെ ചേർത്താണ് പാൽഗോവ ഉണ്ടാക്കിയെടുക്കുന്നത്. അടുപ്പ് ഒരുപോലെ എപ്പോഴും കത്തി നിൽക്കാനായിട്ട് കശുവണ്ടിത്തോടുകൂടി അവർ വിറകിനൊപ്പം ചേർക്കുന്നുണ്ട്. ആ കൂട്ടിനൊപ്പം എന്തൊക്കെ ചേർക്കുന്നു എന്നുള്ളത് രഹസ്യമായി തന്നെ അവർ സൂക്ഷിക്കുകയാണ്. ഇത് ശ്രീവല്ലിപുത്തൂരിലെ ഒരു രാത്രി കാഴ്ചയാണ്. ഈ തുറന്നിരിക്കുന്നതെല്ലാം പാൽഗോവ കടകളാണ്. സ്ത്രീകളാണ് അവിടെ വിൽപ്പനയ്ക്കായി നിൽക്കുന്നത്. ആ കാണുന്നതാണ് ശ്രീവല്ലിപുത്തൂർ ക്ഷേത്രത്തിൻ്റെ പ്രസിദ്ധമായ ഗോപുരം.
12 തട്ടുകളോടെ 59 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ വടഭദ്രസായി ഗോപുരം. തമിഴ്നാട് സർക്കാരിൻ്റെ ഔദ്യോഗിക ലോഗോയിൽ കാണുന്ന ഗോപുരം ഇതാണെന്നാണ് ഭൂരിഭാഗം ആൾക്കാരും പറയുന്നത്. എന്നാൽ അതിന് വിരുദ്ധമായ അഭിപ്രായങ്ങളുമുണ്ട്. ഈ ഗോപുരം വളരെ മനോഹരമായിട്ടുള്ളതാണ്. അതിൻ്റെ കൊത്തുപണികൾ, അതിലെ കൊച്ചു കൊച്ചു പ്രതിമകൾ, കൽത്തൂണുകൾ, അത് കൊത്തിയെടുത്തിട്ടുള്ളതാണ് കല്ലിൽ. നമ്മളങ്ങനെ അതിൻ്റെ കളർ, അതിൻ്റെ ആ നീലയും ആ റോസും ചേർന്നിട്ടുള്ള കളറൊക്കെ ചേർന്ന് ആ ഗോപുരം ഇങ്ങനെ ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്നത് കുറച്ചേരം നമുക്ക് കണ്ടു നിന്നാൽ തന്നെ മനസ്സിനൊരു ആനന്ദമാണ്. ദ്രാവിഡ വാസ്തുവിദ്യാ ശൈലിയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ശ്രീവിഷ്ണുവിന് സമർപ്പിച്ചിരിക്കുന്ന 108 ദിവ്യദേശങ്ങളിൽ ഒന്നാണിത്. ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിനും അതിൻ്റെ തുടർച്ചയ്ക്കും ചോള, പാണ്ഡ്യ, വിജയനഗര രാജാക്കന്മാർ ബദ്ധശ്രദ്ധരായിരുന്നു. വൈഷ്ണവ പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള തെങ്കലൈ ആചാരപ്രകാരമാണ് ഇവിടെ ആരാധന നടത്തുന്നത്. പ്രധാന ഗേറ്റിൽ നിന്നും മാറി ക്ഷേത്രത്തിനുള്ളിലേക്ക് പോകാനുള്ള ഒരു ഇടനാഴിയാണിത്. വലത്തുഭാഗത്ത് കാണുന്നതാണ് ക്ഷേത്രത്തിൻ്റെ പ്രധാന ഓഫീസ്. ഈ ഇടനാഴികളുടെ ഓരത്തും അമ്പലത്തിനുള്ളിലെ നടക്കിലുമൊക്കെ കച്ചവടക്കാർ ഭക്തജനങ്ങളെ കാത്തിരിപ്പുണ്ട്. പൂജാസാധനങ്ങളാണ് ആ കടയിൽ നിറച്ചിരിക്കുന്നത്. തേങ്ങയും പഴവും പൂക്കളുമൊക്കെ. തൊട്ടപ്പുറത്ത് മറ്റു ചില കടകളുണ്ട്. കളിപ്പാട്ടങ്ങളുമൊക്കെയായി കുഞ്ഞുങ്ങളെ കാത്തിരിക്കുന്ന കടകൾ. നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഉൾഭാഗത്തേക്ക് കടന്നിരിക്കുകയാണ്. കൽത്തൂണുകളിൽ കൽപ്പാളി അടുക്കിയാണ് അതിൻ്റെ മേൽക്കൂര നിർമ്മിച്ചിരിക്കുന്നത്. ഇദ്ദേഹമാണ് ചന്ദ്രൻ. ചന്ദ്രൻ വർഷങ്ങളായിട്ട് അവിടെ തുളസിമാല വിൽക്കുന്ന ആളാണ്. ഒരു തുളസിമാലയ്ക്ക് 50 രൂപയാണ് വാങ്ങുന്നത്. ഈ കാണുന്നതാണ് ക്ഷേത്രത്തിനുള്ളിലേക്കുള്ള വഴി. അവിടെ ഫോട്ടോ എടുക്കാനോ മൊബൈൽ കൊണ്ടുപോകാനോ അനുവാദമില്ല. ഐതിഹ്യങ്ങളും ചരിത്രങ്ങളും നിരവധിയായിട്ടുള്ള ഒരു ക്ഷേത്രം. അവിടെ നരസിംഹ സന്നിധിയുണ്ട്. നിറങ്ങളും പൂക്കളും ചാർത്തിയ ഭീമാകാരമായ നരസിംഹ വിഗ്രഹം നമുക്ക് കാണാം. പടികൾ കയറി മുകളിൽ ചെല്ലുമ്പോഴാണ് വടഭദ്രസായി സന്നിധി. തൊട്ടടുത്ത് വലിയ തളത്തിൽ ശ്രീകൃഷ്ണ പ്രതിഷ്ഠ കാണാം. ക്ഷേത്രത്തിനുള്ളിൽ മേൽക്കൂരയിൽ തടിയിലെ കൊത്തുപണികൾ. നാലമ്പലം ചുറ്റി വരുമ്പോൾ സ്വർണം മേഞ്ഞ ശ്രീകോവിൽ. ക്ഷേത്ര സമുച്ചയത്തിന് വടക്കുകിഴക്ക് വടഭദ്രസായി സന്നിധി, തെക്കു പടിഞ്ഞാറ് ഭാഗത്തായി ആണ്ടാൾ ക്ഷേത്രവും, ഇടയിലായി ആണ്ടാളുടെ ജന്മസ്ഥലം. 7 8 നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പ്രശസ്ത തമിഴ് കവി ആണ്ടാളാണ് ഈ കോവിലിലെ പ്രധാന ദേവതയെന്ന് കരുതുന്നവരുണ്ട്. കയ്യിൽ തത്തയെ ഏന്തിയ ആണ്ടാളുടെ ചമയങ്ങൾ മറ്റ് ദേവിമാരിൽ നിന്നും വ്യത്യസ്തമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട് കേട്ട കാര്യങ്ങൾ കൂടി ഇവിടെ പങ്കുവെക്കാം. ഈ കാണുന്നതാണ് ആണ്ടാളുടെ നന്ദാവനം. വടഭദ്രസായി ക്ഷേത്രത്തിൻ്റെ വലതുഭാഗത്തായി അരുൾമികു ആണ്ടാൾ രംഗമന്നാർ സന്നിധിയിലേക്കുള്ള നടവഴി കാണാം. വലതുവശത്തായി കല്ലിൽ തീർത്ത പടിപ്പുരയ്ക്കപ്പുറം ഒരു ചെറിയ കോവിൽ. അവിടെയാണ് ആണ്ടാളുടെ നന്ദാവനം. ഈ ചെറു പൂന്തോട്ടത്തിലാണ് ആണ്ടാൾ പിറന്നു വീണതത്രേ. ശ്രീവില്ലിപുത്തൂരിലെ വടഭദ്രസായിയുടെ വലിയ ഭക്തരായിരുന്നു മുകുന്ദപ്പട്ടരും ഭാര്യ പത്മവല്ലിയും. വടഭദ്രസായി എന്നാൽ അരയാലിലയിൽ ശയിക്കുന്ന സ്വാമിയാണ്, അതായത് ആലിലക്കണ്ണൻ. ക്ഷേത്രത്തിലെ ദേവന് പൂമാല കെട്ടലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി. പല്ലാണ്ട് കാവ്യം പാടി ഭഗവാനെ സ്തുതിച്ച വിഷ്ണു ചിത്തന് പെരിയാഴ്വാരായി എന്നാണ് ഐതിഹ്യം. പെരിയാഴ്വാർക്കും ഭാര്യയ്ക്കും സന്താനങ്ങളില്ലായിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തിന് തോട്ടത്തിലെ തുളസിച്ചെടിയുടെ സമീപത്തു നിന്ന് ഒരു പെൺകുഞ്ഞിനെ ലഭിച്ചു. അദ്ദേഹം അവൾക്ക് മണ്ണിൻ്റെ മകൾ എന്നർത്ഥം വരുന്ന കോതൈ എന്ന് പേരിട്ടു. സ്വന്തം കുഞ്ഞായി വളർത്തി. ചെറുപ്പം മുതലേ കൃഷ്ണഭക്തിയായിരുന്ന കോതൈ രംഗനാഥ പെരുമാളെ വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ചു. ഭഗവാന് കുരുക്കുന്ന പൂമാല കുറ്റമറ്റതാണെന്ന് ഉറപ്പുവരുത്താൻ അവൾ അതാദ്യം അണിഞ്ഞു നോക്കുന്നത് പതിവായിരുന്നു. ഒരു ദിവസം ദേവന് ചാർത്താനെടുത്ത മാലയിൽ മുടി കണ്ട് പെരിയാഴ്വാര് കാര്യം മനസ്സിലാക്കി. അദ്ദേഹം മകളെ ശകാരിച്ചു. അന്ന് രാത്രി വിഷ്ണു ഭഗവാൻ പെരിയാഴ്വാർക്ക് സ്വപ്നദർശനം നൽകി. കോതൈ അണിഞ്ഞ മാല മാത്രമേ താൻ സ്വീകരിക്കൂ എന്നറിയിച്ചു അത്രേ. ആണ്ടാളെ വിവാഹം ചെയ്യാൻ താൻ ഒരുക്കമാണെന്നും മകളെയും കൂട്ടി ശ്രീരംഗത്തെത്തണമെന്നും വിഷ്ണു പെരിയാഴ്വാരെ അറിയിച്ചത്രേ. ശ്രീരംഗത്തെത്തിയ ആണ്ടാൾ കാവേരി നദിയിൽ അപ്രത്യക്ഷയായി എന്ന് കേൾക്കുന്നു. ശ്രീവില്ലിപുത്തൂരേക്ക് വരണമെന്നും അവിടെ വച്ച് തൻ്റെ മകളെ വീണ്ടും വിവാഹം ചെയ്യണമെന്നും പെരിയാർവർ ഭഗവാനോട് അഭ്യർത്ഥിച്ചു.
അതനുസരിച്ച് രംഗനാഥൻ ശ്രീവല്ലിപുത്തൂരെത്തി ആണ്ടാളെ വിവാഹം ചെയ്തു. ഇതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യ പെരുമ. ഈ സ്ഥലത്തിന് ശ്രീവല്ലിപുത്തൂർ എന്ന പേര് വന്നതും ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോ ഉടനെ ചെയ്യുന്നുണ്ട്. അതിൽ ബാക്കി കാര്യങ്ങൾ ഉൾപ്പെടുത്താം. ഈ വീടുകളിൽ താമസിക്കുന്നവരൊക്കെ ഈ ക്ഷേത്രത്തിൻ്റെ ആരാധനാ സമ്പ്രദായങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളവരാണ്. ഇവിടെ ശ്രീവല്ലിപുത്തൂരിലെ പ്രധാന റോഡിനോട് ചേർന്ന് അതിൻ്റെ സൈഡിൽ ഒരു രഥം നമുക്ക് കാണാം. അത് ഈ അമ്പലത്തിൻ്റെ ഉത്സവവുമായി ബന്ധപ്പെട്ട് ഈ റോഡിലൂടെ വലിക്കുന്ന രഥമാണ്. ഏതാണ്ട് 650 ടണ്ണോളം ഭാരം വരുന്ന ഒരു രഥം ഇത്. ഇതിൻ്റെ വീലുകളൊക്കെ ഹൈഡ്രോളിക് സിസ്റ്റത്തിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. പണ്ടൊക്കെ ആൾക്കാർ അത് വലിച്ചു മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെയധികം പ്രയാസപ്പെട്ടിരിക്കുന്നു. ഇന്ന് അതിൻ്റെ ആ ഭാരത്തെ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആ വീലിൻ്റെ ഇളക്കം കൊണ്ടും വഴക്കം കൊണ്ടും വളരെ ഈസിയായിട്ട് ആൾക്കാർ ശ്രമം കൊണ്ട് വലിച്ചുകൊണ്ട് പോകാൻ പറ്റും. ആണ്ടാൾ തേരെന്നാണ് ഇതറിയപ്പെടുന്നത്. നിറയെ കൊത്തുപണികളുള്ള തേര്. ആടിമാസത്തിൽ ഇവിടെ നടക്കുന്ന ഉത്സവത്തിലാണ് ഈ തേര് വലിച്ചു കൊണ്ടുപോകുന്നത്. നന്ദാവനത്തിൽ തുളസിച്ചെടിയുടെ അടുത്ത് ആണ്ടാളിനെ കിട്ടിയതിൻ്റെ പ്രതീകമായിട്ടാണ് ഈ ഉത്സവം ഇവിടെ നടത്തുന്നത്. ഈ കാണുന്നതാണ് കതിരവൻ ഹോട്ടൽ. 118 വർഷം പഴക്കമുള്ള ഹോട്ടൽ. ഈ ഹോട്ടലിനെ കുറിച്ചും പറയാനുണ്ട്. ഉച്ചയ്ക്ക് ചോറ് തൂക്കിയാണ് അവർ ഇലയിലേക്ക് വിളമ്പുന്നത്. അങ്ങനെ എത്രയെത്ര കാര്യങ്ങൾ ഇനിയും പങ്കുവെക്കാനുണ്ട്. ഈ പ്രദേശത്തെ രാജഭരണകാലം, വൈദേശികമായ ഇടപെടലുകളുടെ കാലം, തുടർന്നുണ്ടായ മാറ്റങ്ങൾ, ഗ്രാമവഴികളിലെ അരിക്കോലങ്ങൾ, ഇക്കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി ഒരു വീഡിയോ ഉടനെ ചെയ്യുന്നതാണ്. ഒരു റിക്വസ്റ്റ് മാത്രം, സമയം കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇതിനായി സമയം കണ്ടെത്തി ശ്രീവല്ലിപുത്തൂരിലേക്ക് വരണം. ഇവിടുന്ന് പാൽഗോവ വാങ്ങിച്ചു കഴിക്കണം. അതുപോലെ ക്ഷേത്ര ദർശനം നടത്തി അവിടുത്തെ കാര്യങ്ങൾ അറിയണം. ഇവിടുത്തെ ഗ്രാമവഴികളിലൂടെ നടക്കണം. ശ്രീവല്ലിപുത്തൂരിനെ കുറിച്ച് ഈ വീഡിയോ അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ തരണം. അപ്പോൾ വീണ്ടും സന്ധിപ്പവരെ വണക്കം.